കാര്യം ഉള്ളത് ഹരിയാനയിലെ എനിക്ക് സഖ്യ ചർച്ചകൾ കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു, പക്ഷേ അത് വിജയത്തിലെത്തിയില്ല. അപ്പോൾ ത്രികോണ മത്സരത്തിലേക്ക് ഹരിയാന പോവുകയാണ്. ഹരിയാനയിൽ സഖ്യ ചർച്ചകൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ നടത്തിയ സഖ്യ ചർച്ചകൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇന്നലെ ആം ആദ്മി പാർട്ടി 22 അംഗങ്ങളുടെ ഒരു 22 അംഗങ്ങളെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കോൺഗ്രസുമായി ഇനി ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും അത് വിജയത്തിലെത്താനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇങ്ങനെ സഖ്യ ചർച്ചകൾ പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ എന്തായാലും ആം ആദ്മി പാർട്ടി 90 സീറ്റുകളിലും ഇവരെ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മത്സരിക്കും. ബിജെപിയും കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള ത്രികോണ മത്സരം അത്യാവശ്യം അവിടെ ശക്തിയുള്ള ശക്തിയുണ്ട്. അതെ, ഇന്നലെ പ്രമുഖ നേതാക്കളുടെ സീറ്റുകളെല്ലാം തന്നെ ആം ആദ്മി പാർട്ടി ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം ഹരിയാനയിൽ നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ ആദ്യഘട്ടത്തിൽ അത് നമ്മൾ നെഗറ്റീവാണ് എന്നാണ് മങ്കി പോക്സ്. നമ്മൾ ഇന്നലെ ഒരാൾ സംശയാസ്പദമായി ചികിത്സയിലുണ്ടായിരുന്നു, പക്ഷേ അയാള് വൈകുന്നേരം നമ്മൾ നെഗറ്റീവാണെന്ന വാർത്ത നമ്മൾ കൊടുക്കുകയും ചെയ്തിരുന്നു. ഉച്ചയോടുകൂടി അത് നെഗറ്റീവാണ്, നമുക്ക് ഭയക്കേണ്ട സാഹചര്യം ഇല്ല എന്ന സംബന്ധിച്ച വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് എങ്കിൽ അതിപ്പോൾ മാറിയിട്ടുണ്ട്. ആ സാഹചര്യം മാറിയിട്ടുണ്ട്. പോസിറ്റീവായിരിക്കുകയാണ് ആ യുവാവിന്റെ പരിശോധനാ ഫലം പോസിറ്റീവായിരിക്കുകയാണ്. മങ്കി പോക്സ് ആദ്യമായി ഇന്ത്യയിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതെ, മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് വന്ന ആളാണ്. കർശന ജാഗ്രത പുലർത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ അറിയിക്കണം. ഈ ആളെ ഐസൊലേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും കേന്ദ്രം ഊർജിതമായി തന്നെ തുടരുകയാണ്. ശരി, അപ്പോൾ അതാണ്, അതായത് ദേശീയ തലത്തിലുള്ള 3 പ്രധാനപ്പെട്ട വാർത്തകളുമായാണ് സുവി ചേർന്നത്. ഏതായാലും ഈ ഹരിയാന പ്രധാനമാണ്, അതുപോലെ തന്നെ മണിപ്പൂർ പ്രധാനമാണ്. മണിപ്പൂരിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. മങ്കി പോക്സിൽ ജാഗ്രത, അതെല്ലാ തരത്തിലുള്ള ജാഗ്രത വിമാനത്താവളങ്ങളിലും മറ്റും നൽകിയിട്ടുണ്ട് എന്നാണ് വരുന്നത്. കൃഷ്ണന്ത് വരുന്നവരെ ഒന്ന് കൂടെ നിൽക്കണം കേട്ടോ.